ടി ജി, യുദ്ധമാണ് എല്ലായിടത്തും വാർത്ത. ഇന്ന് ഞാൻ ടി ജിയോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആംഗിൾ ഈ യുദ്ധത്തിലെ ഇന്ത്യയാണ്. ഈ യുദ്ധത്തിലെ ഇന്ത്യ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു യുദ്ധവിചാരം. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഈ യുദ്ധത്തിന് പ്രാഥമികമായി വംശീയമായൊരു അംശമുണ്ട്. തീർച്ചയായിട്ടും ഇസ്രായേൽ എന്ന ജൂത വംശവികാരത്തിന്റെ ഒരു രാഷ്ട്രം, ഷിയ വംശവികാരം. ഒരുപക്ഷെ ലോകത്തിലെ മുസ്ലിങ്ങൾ, ടി ജിക്ക് എന്നെക്കാൾ നന്നായിട്ട് അറിയാലോ, മുസ്ലിങ്ങളിൽ സുന്നികളാണ് ഭൂരിപക്ഷമെങ്കിലും സുന്നി വംശീയ വികാരത്തെക്കാൾ തീവ്രമാണ് ഷിയ വംശീയ വികാരം. അത് രണ്ടും തമ്മിലുള്ള ഒരു യുദ്ധം നമുക്ക് മനസ്സിലാക്കാം. ഇതിനിടയിൽ ആണ് അമേരിക്ക വന്ന് ഇടപെടുന്നത്. അമേരിക്കയുടെ താല്പര്യങ്ങൾ ഒട്ടും വംശീയമല്ല. അമേരിക്ക എവിടെയൊക്കെ വംശത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ അതൊക്കെ സാമ്പത്തിക താല്പര്യങ്ങൾക്കുള്ള ഒരു മറയാണ്. അങ്ങനെയാണെങ്കിൽ 80% ക്രിസ്ത്യാനികളുള്ള വെനിസുലയിലെ ഭരണകൂടത്തെ രാത്രിക്ക് രാത്രി അട്ടിമറിക്കുന്നതിന്റെ പിന്നിൽ ഒരു വംശവും വികാരവും ഇല്ലല്ലോ, മതവും ഇല്ല, വിശ്വാസമൊന്നുമില്ല. അപ്പൊ അമേരിക്കൻ താല്പര്യങ്ങളെ നമ്മൾ എങ്ങനെയായിരിക്കും കാണുക ഈ പ്രത്യേക സാഹചര്യത്തിൽ? അമേരിക്കയോട് നമ്മൾ പലപ്പോഴും പല ഘട്ടങ്ങളിലും വളരെ തന്ത്രപൂർവ്വം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഇത് ബാധിക്കുന്നത് പ്രത്യക്ഷത്തിൽ 3 രാജ്യങ്ങളാണ് ഇതിൽ കക്ഷിയെങ്കിലും, ഇസ്രായേലും ഇറാനും അമേരിക്കയും മാത്രമാണെങ്കിലും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രകാരം ലോകത്തിലെ ഏതാണ്ട് ഒരു 20-21 രാജ്യങ്ങളെങ്കിലും ഇത് ബാധിക്കുന്നുണ്ട് പരോക്ഷമായിട്ട്. ആ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. അവരിതിൽ ബന്ദിയാക്കപ്പെട്ടതുപോലെയാണ് ഈ യുദ്ധ സാഹചര്യത്തിൽ. അവർക്ക് വലിയ സുരക്ഷാ രാജ്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം. 2, ഇപ്പോൾ ആയത്തുള്ള ഖാംനഈ കൊല്ലപ്പെടുമ്പോൾ അവിടെ ആഹ്ലാദ പ്രകടനം നടക്കുന്നുണ്ട്. ആഹ്ലാദ പ്രകടനം ഒരു ഭാഗത്ത്, ഈ പറഞ്ഞ ദുഃഖാചരണവും നടക്കുന്നുണ്ട്, മൗനാചരണമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ അവിടെ ഒരു ഡീപ് സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇറാനിലും അതുണ്ടാവാം. എന്നാൽ ഈ സമയത്ത് ഞാൻ ഇന്നലെ അൽ ജസീറയിൽ കണ്ടൊരു വാർത്ത, ഇറാനിലെ ബസറ പോലുള്ള നഗരങ്ങൾ, ഇന്ത്യൻ സെറ്റിൽമെന്റ് കൂടുതലുള്ള നഗരങ്ങളിൽ, ലേബർ ക്യാമ്പുകളിൽ അവിടുത്തെ ഇന്ത്യൻ വംശക്കാർ കരയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്രേ ഉള്ളൂ. അതായത് ഈ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ ഈ സാഹചര്യത്തിൽ ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു. 2, അറബ് ലോകത്തെ പ്രവാസികളുടെ ജീവനും ജീവിതവും ആശങ്കയും ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു. മാത്രമല്ല ഈ അറബ് ലോകത്തോടുള്ള ഇന്ത്യൻ ബന്ധത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, ഈ യുദ്ധം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുന്നു? ടി ജിയുടെ അനുഭവങ്ങൾ വെച്ച്. സാർ, നമ്മളെ ബാധിക്കുന്നത് ഒന്ന് കൊമേഴ്ഷ്യലി എണ്ണയുടെ നീക്കം, അത് ബാധിക്കാനിടയുണ്ട്. ചെറിയ ഹോർമുസ് കടലിടുക്ക് അത് ഇറാൻ ബ്ലോക്ക് ചെയ്താൽ, അവിടെ ഇപ്പം തന്നെ ബ്ലോക്കേഡ് പോലെയാണ്. 130 കപ്പലോ മറ്റോ പോകാൻ പറ്റാതെ തടഞ്ഞിട്ട് കിടക്കുന്നു. പക്ഷേ ആ കടലിടുക്ക് അവരുടെ മാത്രമല്ല, ഒമാൻ്റെയാണ്. 33 കിലോമീറ്ററാണ് അതിൻ്റെ വീതി. അതിൻ്റെ പകുതി ഒമാനും പകുതി ഇറാനും എന്നാണ്. പക്ഷേ ഈ പകുതിയൊന്നും അവിടെ നൂല് പിടിച്ച് മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല, കടലല്ലേ ഇത്. അപ്പോൾ ഫലത്തിൽ എണ്ണയുടെ തടസ്സം. പക്ഷേ നമുക്ക് അത് കൂടാതെ വേറെ പൈപ്പ് ലൈൻ വഴി സൗദി സംവിധാനം നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ സൗദിയിൽ നിന്ന് നമുക്ക് എണ്ണ വാങ്ങാം ആ പൈപ്പ് ലൈൻ വഴി. പക്ഷെ അതുപോലും നമ്മൾ എടുത്തിട്ടില്ല. കാരണം ഈ എല്ലാം മുടിഞ്ഞ് കുത്തുവള എടുത്തു എന്ന് വെച്ചോ, അപ്പോഴും 74 ദിവസത്തെ എണ്ണശേഖരം ഇന്ത്യയുടെ കയ്യിലുണ്ട് എന്നാണ് ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചത്. 74 ദിവസം. അത്ര എളുപ്പത്തിലും നമ്മളെ പാപ്പരാക്കാൻ പറ്റും. അത്ര എളുപ്പത്തിൽ നമ്മളെ ഒന്ന് തോപ്പിച്ച് കളയാൻ, തീർത്ത് കളയാൻ ആരും വിചാരിക്കുന്നു. പിന്നെ നമ്മളോട് ആർക്കും ശത്രുതയില്ല. ഇന്ത്യയിലേക്കുള്ള എണ്ണ തടഞ്ഞു കളയാം എന്ന് വിചാരിച്ചല്ല ഇറാൻ പെരുമാറും. ഇറാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവരുടെ ശത്രുക്കളെ അവർ നേരിടുന്നു. അതുപോലെ ഇറാൻ്റെ ധർമ്മസങ്കടം സാർ നോക്ക്, അവർക്ക് അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ പറ്റില്ല, ദൂരം കാരണം. അപ്പോൾ പിന്നെ അമേരിക്കൻ ബേസ് ഉള്ളിടത്ത് അവരെ ആക്രമിക്കുന്നു. അമേരിക്കൻ ബേസ് എന്ന് പറയുന്നത് ഈ പാവം പിടിച്ച ഖത്തർ അവരിവരൊക്കെയാണ്. അപ്പോൾ ഇത് ഈ 100 മിസൈൽ അയക്കുമ്പോൾ ഒരു 3-4 ലക്ഷ്യം തെറ്റി എവിടെയെങ്കിലുമൊക്കെ വീഴും. അതാണ് അവിടെ ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റേ കെട്ടിടത്തിന് തീ പിടിച്ചു എന്നൊക്കെ പറയുന്നത്. അത് ഇറാൻ അങ്ങോട്ട് അയച്ച മിസൈലല്ല, അയച്ചത് അമേരിക്കൻ ബേസിലേക്കാണ്. പക്ഷേ അത് എല്ലാം കൃത്യം ലക്ഷ്യത്തിലേക്ക് പോകണമെന്നില്ല. അത് ഇവർക്കും അറിയാം.
അതുകൊണ്ടാണ് സൗദിയെ അവരിവരൊന്നും ഭയങ്കരമായിട്ട് ഇറാനോട് അവർ ചൂടാവുന്നൊന്നുമില്ല. ഇല്ല ഇല്ല. അവർക്കും അറിയാം ഇതാണ് നടക്കുന്നത്, നമ്മളല്ല അവരുടെ ലക്ഷ്യം. ഇത് ഇറാൻ തുറന്നും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല, നിങ്ങളുടെ അവിടെയുള്ള അമേരിക്കൻ ബേസസ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവർ ഇപ്പോൾ അത് പറയുന്നില്ലെങ്കിലും ഇതിനു മുമ്പ് സൗദിയൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഈ അമേരിക്കയുടെ ബേസ് ഇവിടെ വയ്ക്കാൻ കാര്യം താനാണ്, ഇറാനാണ്. അവരുടെ പ്രോക്സി താൻ വലിയ ആൾ കളിച്ചിട്ട് ഞങ്ങളെ എല്ലാം അങ്ങ് കീഴ്പ്പെടുത്തി ഇസ്ലാമിക രാജ്യം അതിൻ്റെ നേതാവായിട്ട് താൻ വാഴുമെന്ന് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? അതും അങ്ങനെ വന്നപ്പോഴാണ് ഇവർ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മുഴുവൻ, സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ, ഇവരെല്ലാവരും, ബഹ്റൈൻ, ഇവർക്കെല്ലാം അമേരിക്ക സംരക്ഷണം കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോൾ ഇവർ സമ്മതിച്ചത് ഇറാനെ ഭയന്നിട്ടാണ്. ഇറാൻ മര്യാദക്കാരനായിരുന്നെങ്കിൽ അമേരിക്കൻ ബേസ് ഇവിടെ വരുമായിരുന്നില്ല. അവർ പറഞ്ഞു നമുക്ക് സന്തോഷമായിട്ട് കഴിയാമായിരുന്നു. അപ്പം തനിക്കത് പറ്റില്ല, തനിക്ക് ഭൂലോകത്തിൻ്റെ നേതാവാകണം. അല്ലാതെ ചരിത്രത്തിൽ അവർക്ക് അനുഭവമുണ്ട്. അവരുടെ ഏറ്റവും വലിയ തീർത്ഥാടനം നടക്കുമ്പോഴാണല്ലോ ഹജ്ജ് കയറി ആക്രമിച്ചത് ഇറാൻ. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവർ പറഞ്ഞു നിങ്ങൾ തന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് അമേരിക്ക ബേസ്. ഇപ്പോൾ അമേരിക്കയുടെ ബേസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ ഇതൊരു ശരിയായ ആർഗ്യുമെൻ്റ് അല്ല. ഒന്നാമത് അവിടെ ഉള്ളതിന് മുഴുവൻ നേതാവാകണം. തുർക്കി സാർ ആലോചിച്ചു, തുർക്കി പറഞ്ഞു ഇവിടെ ഞാനല്ലാതെ ഈ ലോകത്തിന് ആരുടെ ഖലീഫ? ഞാനാണ് ഖലീഫ. ഇറാൻ, സൗദി അറേബ്യ അവനോട് പോകാൻ പറഞ്ഞു, ഞാനാണ് തറവാടി. ഖലീഫ എന്ന് പറയുന്നത് പണ്ട് മുതൽ തുർക്കിയാണ്. ഇങ്ങനെ ഓരോ രാജ്യവും ഖലീഫയാണ്. അങ്ങനെ ലോക മുസ്ലിങ്ങളുടെ നേതാവായിട്ടേ അടങ്ങുള്ളൂ. അതിൽ പിന്നെയും സമാധാനമുള്ളത് ഈ ഗൾഫ് രാജ്യങ്ങളാണ്. അവരാരും ഇപ്പം ഈ സൗദി അറേബ്യ ലോക മുസ്ലിമിൻ്റെ നേതാവാണ് ഞാനെന്നും പറഞ്ഞു അവകാശപ്പെടാറില്ല. അവർ കുറച്ച് പേരും വരെ കാര്യം രാജഭരണം നമുക്ക് തത്വത്തിൽ ജനാധിപത്യമല്ല എന്നൊക്കെ പറയാൻ ശരിയാണ് താനും. അതൊഴിച്ചാൽ മറ്റു രീതിയിൽ പരമമര്യാദക്കാരൻ. അവർ ഇസ്ലാമിക തീവ്രവാദി പോലുമല്ല. മുഹമ്മദ് ബിൻ സുൽത്താൻ അവിടെ ഡീറാഡിക്കലൈസേഷൻ വരെ ചെയ്യുന്നുണ്ട് അനാവശ്യമായ. മറ്റേ ഖുറാൻ, മുഹമ്മദ് ബിൻ സൽമാൻ ഈ ഖുറാനിലെ ചില വരികളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങനെ കൊല്ലണം ഇങ്ങനെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. എടാ അതൊന്നും വായിച്ച് അതിൻ്റെ പിന്നാലേക്ക് പോകാതെ അങ്ങനെ പലതുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും. നീ ജീവിതം കരുപ്പിടിപ്പിക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ഡീറാഡിക്കലൈസ് ചെയ്യുന്ന ഏർപ്പാട് വരെയുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു കൂടുന്നത് മര്യാദക്കാരാണ്. അപ്പോൾ അവർ അമേരിക്കൻ ബേസസ് അവർ കൊണ്ടുവരാൻ അനുവദിക്കാൻ കാര്യം ഇറാൻ്റെ കയ്യിൽ. ശരിയാണ്. അല്ലെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഇറാൻ്റെയും കുഴപ്പം എന്താ? ഇപ്പോൾ തർക്കം നിൽക്കുന്നത് ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നു, ഇതാണ് പരാതി. അമേരിക്കയായിട്ടുള്ള പരാതി. ഇസ്രായേലിൻ്റെയും പരാതി അതാ, ഇവർ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു തർക്കം, ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിന് ആറ്റം ബോംബ് ഉണ്ടാക്കിക്കൂടെ? ഇന്ത്യയുടെ അടുത്തുണ്ടല്ലോ ആറ്റം ബോംബ്, പാകിസ്ഥാൻ്റെ അടുത്തുണ്ട്, എല്ലാവർക്കും ആറ്റം ബോംബ്. ഇറാന് മാത്രം പാടില്ലാത്തത് എന്താ? ന്യായമല്ലാത്തൊരു വാദമാണ്. ഇസ്രായേൽ പറയുന്നത് പാടില്ല, കാരണം ആറ്റം ബോംബിൻ്റെ പർപ്പസ് ചെയ്യണം ഓൾറെഡി ഡിക്ലെയർ ചെയ്തു. ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു അമേരിക്ക. ഡെത്ത് ടു അമേരിക്കയെ ഇയാൾക്ക് നടപ്പിലാക്കാൻ പറ്റില്ല. ഇയാളുടെ ആറ്റം ബോംബ് ഉണ്ടെങ്കിൽ പോലും കൊണ്ടുപോയി ഇടാൻ പറ്റില്ല, അത്ര ദൂരത്തിലാണ് അമേരിക്ക. പിന്നെ ആരെയും ഇയാൾ കൊല്ലാൻ പോകുന്നത്? ഇസ്രായേലിനാണ്. അതുകൊണ്ട് അയാൾ ആറ്റം ബോംബ് ഉണ്ടാക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. അല്ല, ആ ഭീതി ന്യായമാണ്. ഇറാന് വല്ല കാര്യമുണ്ടോ? ഇറാൻ ആറ്റം ബോംബ് ഉണ്ടാക്കണേ ആറ്റം ബോംബ് ഉണ്ടാക്കിയാൽ പോലെ. ഇത് നിന്റെ തലയിൽ ഇടാനാടാ, നിന്നെ തട്ടുകൂടാ, ഞാൻ ഉണ്ടാക്കി തരുന്നത് ഒരു 2 മാസം കൂടെ കഴിയട്ടെ, ഞാൻ കാണിച്ചത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കുമോ? അവന് വേവലാതെ ഇവരിത് ഉണ്ടാക്കിയിട്ട് അവൻ അമേരിക്കയോട് എന്ത് പൊന്നിയേട്ടാ എന്നെ രക്ഷിക്കണേ, ആറ്റം ബോംബ് ഉണ്ടാക്കുന്നു, പിടിയടാ അവനെ. അമേരിക്ക ആകുമ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കാരണവും കിട്ടി. ഇതുമായി പിന്നെ മാനിപ്പുലേറ്റ് ചെയ്താൽ അവിടെ നിന്ന് പിന്നെ എണ്ണ ഊറ്റാം. വെനസ്വേലയെ പിടിച്ചുകൊണ്ട് പോയ പോലെ പിടിച്ചുകൊണ്ട് പോയി. ഇത് ഇസ്രായേലും കൂട്ടുന്നുണ്ട്. ജോലിയെല്ലാം ഡർട്ടി ജോബ് മുഴുവൻ ഇസ്രായേൽ ചെയ്തോളും. ഇപ്പം ഈ ഇറാനിൽ കയറി അടിയും പിടിയും കച്ചറ ഉണ്ടാക്കുന്നതും അവൻ്റെ മിസൈൽ തലയിൽ മേടിക്കുന്നതും ഒക്കെ ഇസ്രായേലല്ലേ. അമേരിക്കയ്ക്ക് വല്ല എത്രയോ ദൂരം കിടക്കുന്നു. അവർക്ക് പരിക്കില്ല. ഇപ്പോഴും അവർ ചെയ്യുന്നത് എന്താ? ഈ പറഞ്ഞ ഗൾഫിലെ ബേസസ് ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ല ഇറാനെ ആക്രമിക്കാൻ. അവർ ചെയ്യുന്നത് ഈ കടലിൽ കിടക്കുന്ന
അവരുടെ കപ്പലുകളിൽ പഴയ നിന്ന് പ്രസിഡന്റിനെ എടുത്ത് കടലിലിട്ടിട്ടുണ്ട് അവർ. ഇബ്രാഹിം ലിങ്കണെ. ജെറാൾഡ് ഫോർഡ് ഈ പ്രസിഡന്റുമാരെയൊക്കെ കടലിലിട്ട് ഉപ്പിലിട്ട് വെച്ചിരിക്കുക. അതിൽ നിന്നുള്ള സർക്കസാണ് അവർ കാണിക്കുന്നത്. അല്ലാതെ അവരുടെ കാർഡൊന്നും അവർ പുറത്തെടുത്തിട്ടില്ല. ഇസ്രായേലാണ് ഈ വിഷമമെല്ലാം സഹിക്കുന്നത്. കാരണം അവനാണ് ഈ പേടി, ഇവൻ ആറ്റം ബോംബ് ഉണ്ടാക്കി എൻ്റെ തലയിലിടുന്നുള്ള പേടി. അങ്ങനെ വരുമ്പോൾ ടി ജി ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതം നമ്മൾ ഇന്ത്യക്ക് എങ്ങനെ വരും നോക്കുമ്പോൾ ടി ജി പറഞ്ഞ ഈ പ്രശ്നം വരും. ഇവൻ ഒരു പ്രധാനപ്പെട്ട അപകടകാരിയാണല്ലോ ഇറാൻ. അപ്പോൾ ഇറാൻ ഒരു പക്ഷേ യുദ്ധത്തിൽ തോറ്റാൽ, ഇപ്പോൾ അവൻ്റെ പരമോന്നത ഭരണാധികാരിയാണ് അല്ലെങ്കിൽ ആത്മീയ നേതാവാണ് കൊല്ലപ്പെടുന്നത്, അതിൻ്റെ ഒരു വികാരം കൂടും, പ്രതികാരദാഹം കൂടും. പിന്നെ പ്രത്യക്ഷമായിട്ട് ചാവേറുകളാണ് താൻ ഇവർ. അപ്പോൾ ഈ പ്രോക്സി വാറിൻ്റെ പോര് ഇനി ഈ ഗൾഫ് രാജ്യങ്ങളിലാകെ, അറബ് രാജ്യങ്ങളിലാകെ വ്യാപിക്കാനല്ലേ സാധ്യത? അത് ഇറാനെ എത്ര കണ്ട് ഇവർ നശിപ്പിക്കും എന്നുള്ളതനുസരിച്ചിരിക്കും. ഇറാൻ അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു രാജ്യമല്ല. അല്ലല്ല. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ കോൺഫ്ലിക്റ്റ് ചിലപ്പോൾ ഇവർ ഈ ഒരു കണക്കുകൂട്ടലുണ്ട് സാറേ, എവിടം വരെ പോകണം. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് യുദ്ധം അവസാനിക്കുന്നത് എവിടെ എന്ന് ഇവർ തീരുമാനിക്കും. കാരണം അവസാനിപ്പിക്കാനാണ് പ്രയാസം, തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ഒരു ബോംബ് അങ്ങോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം തുടങ്ങി. തീർക്കുന്നത് എവിടെ? അതാണ് വളരെ അതിന് പട്ടാളക്കാർ ഈ എസ്കലേഷൻ ലാഡർ എന്ന് പറയും. ആ ലാഡറിൽ എത്ര പടി കയറണം. അപ്പോൾ ആദ്യം തന്നെ ലാഡറിലേക്ക് കാല് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇത്ര പടി വരെ കയറണം എന്ന് അവർ തീരുമാനിക്കും. ആ പടി വരെ കയറുള്ളൂ, അത് കഴിഞ്ഞ് നിർത്തും. ഞാൻ ആൾറെഡി ഉണ്ട് അല്ലേ? ആ ഒരു കൃത്യമായ ധാരണയിലാണ്. കഴിഞ്ഞ തവണ കണ്ടില്ലേ, അമേരിക്ക പോയി ഇറാനിൽ ബോംബിട്ടു, അവൻ്റെ ആണവ ഫെസിലിറ്റീസൊക്കെ ഞങ്ങൾ നശിപ്പിച്ചു, ഇനി അവൻ എണീക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വെച്ച് നിർത്തി, ഏകപക്ഷീയമായിട്ട് നിർത്തുക. അന്ന് ഖമേനി പറഞ്ഞു എന്നെ തോപ്പിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. അയാളത് രണ്ടാമതുണ്ടാക്കിയെടുത്തു ആ ഫെസിലിറ്റി മനഃപൂർവ്വം. എന്നിട്ട് അതിൻ്റെ സാറ്റലൈറ്റ് ഫോട്ടോസ് അയാൾ നെറ്റിലിട്ടു. കണ്ടോടാ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല, ഇതൊക്കെ ഈ മനഃപൂർവ്വം അങ്ങനെ ചെയ്തു. എന്നാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ അടി തുടങ്ങിയിരിക്കുന്നത്. ഇതും അവർക്ക് എവിടം വരെ കൊണ്ടുപോകണമെന്നൊരു ധാരണയുണ്ട്. അവിടെ വെച്ച് അവർ നിർത്തും. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ എണ്ണയുടെ കാര്യം ഇങ്ങനെ നമ്മുടെ ആൾക്കാരുടെ അല്പം ബുദ്ധിമുട്ടാണ്. കുറച്ച് ദിവസം കൂടെ അവർ പ്രയാസപ്പെടേണ്ടി വരും. ഇവിടുന്ന് ഗൾഫിൽ പോയി പെട്ടുപോയവർ, അവിടെ നിന്ന് ഇവിടെ വന്ന് പെട്ടുപോയവർ. അതിനിടയ്ക്ക് എനിക്കൊരു സംശയം, നമ്മുടെ MEA വല്ലാതെ വൈകാതെ അറ്റ് ദ ഏർലിയസ്റ്റ് നിലപാട് വ്യക്തമാക്കുന്നതാണല്ലോ. ഈ വിഷയത്തിൽ അങ്ങനെ ഒരു കൃത്യമായ നിലപാടൊന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രതികരിച്ചും കണ്ടില്ല. അല്ല, നമ്മളുടെ മോദി തന്നെ നേരിട്ട് വിളിച്ച് ആശങ്ക അറിയിച്ചിട്ടുണ്ട് എല്ലാവരെയും. നമ്മുടെ ആൾക്കാരുടെ സുരക്ഷിതത്വം, ഗൾഫ് രാജ്യങ്ങൾ നമ്മുടെ ആൾക്കാരുടെ സുരക്ഷിതത്വം എൻഷുർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗവൺമെൻറ്റിനോടും പറഞ്ഞിട്ടുണ്ട്, അവിടെ പൗരന്മാരോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ സേഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഉണ്ടല്ലോ ഈ ടെമ്പററി അങ്ങോട്ടും ഇങ്ങോട്ടും പോയവരെന്ത് ചെയ്യും? അവിടെ നിന്നൊരു മരണാവശ്യത്തിന് ഇവിടെ വന്നു, ഇവിടെ പെട്ടുപോയി. ഒരു കല്യാണത്തിനായിട്ട് വന്ന് ഇവിടെ പെട്ടുപോയി. ഒന്ന് ഗൾഫ് ദുബായ് ഒക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ അവിടെ പോയത്, അവിടെ പോയി. എനിക്കൊക്കെ ഒരുപാട് കൂട്ടുകാരുണ്ട്, പലരും പെട്ടുപോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പെട്ടുപോയ ആൾക്കാരെ നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ അവരെ എങ്ങനെയെങ്കിലും കൂട്ടുകാരുടെയോ വീട്ടുകാരുടെയോ ഒക്കെ ഇതിലങ്ങ് നിൽക്കും. അത് കഴിയുമ്പോൾ അവർക്ക് തിരിച്ചു വരണ്ടേ, ഇവർക്ക് അങ്ങോട്ടും പോകണ്ടേ. അപ്പോൾ അതിന് ഒരു സംവിധാനം, നമ്മൾ നെഗോഷിയേറ്റഡ് സംവിധാനം തന്നെ ഉണ്ടാവും. ഇറാനോടും ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ നേരം കുറേ ഫ്ലൈറ്റ്സ് ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഓപ്പറേറ്റ് ചെയ്യാനൊരു സംവിധാനം അതവർ ചെയ്യും. കാരണം ഇറാനും നമ്മളോട് വിരോധമില്ല, ഇസ്രായേലിനും നമ്മളോട് വിരോധമില്ല, ഗൾഫ് രാജ്യങ്ങൾക്കും നമ്മളോട് വിരോധം ഇപ്പോൾ ഇല്ല, സോഫാർ ഇല്ല. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച എന്ന് വെച്ചാൽ യുദ്ധം നമ്മളറിയാതെയാണല്ലോ അത് തുടങ്ങുന്നത്. പ്ലാനൊക്കെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. ആ സമയത്ത് മോദി ആസ് യൂഷ്വൽ എല്ലാ രാജ്യങ്ങളിലും പോകുന്നത് പോലെ വളരെ ഗാഢമായ സൗഹൃദം പങ്കിട്ടുകൊണ്ട് നടത്തിയ ഒരു ഇസ്രായേൽ പര്യടനം, അത് ഇറാന്റെ നിലപാടുകളിൽ, നമ്മളോടുള്ള നിലപാടുകളിൽ മാറ്റം വരുത്താനിടയുണ്ടോ? ഒന്നുമില്ല. ഇല്ല അല്ലേ? ഇറാൻ ഒരിക്കലും നമ്മൾ ഇസ്രായേലുമായിട്ട് കൂടുന്നതിനെ അനുകൂലിക്കുകയോ എതിർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യ, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു സുഹൃത്ത് രാജ്യമാണ്. നമ്മൾ പക്ഷേ അമേരിക്കയുടെ സാങ്ഷൻസ് വന്നു കഴിഞ്ഞപ്പോൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നമ്മൾ നിർത്തി. എന്നിട്ടും ഇറാൻ പിണങ്ങിയില്ല.
ഇറാൻ പറഞ്ഞു നിങ്ങളുടെ സാഹചര്യം ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എടുക്കാൻ, നിങ്ങൾ അവനുമായിട്ട്, ഞങ്ങളോ അവനുമായിട്ട് ഉടക്കിലാണ്, തെമ്മാടിയാണ്, അവനുമായിട്ട് നിങ്ങളും കൂടെ ഉടക്കിലായിട്ട് ശ്വാസം മുട്ടലാവണ്ട. ഓ, അതാണ് അവരുടെ സ്റ്റാൻഡ് അല്ലേ? അവരുടെ സ്റ്റാൻഡ് അതാണ്. അങ്ങനെ ഈ അവർക്ക് ആരോടൊക്കെ ശത്രുതയുണ്ടോ മറ്റുള്ളവർക്കും അവരോട് ശത്രുത ഉണ്ടാവണം എന്നുള്ള വാശിയൊന്നും ഇറാനില്ല. ഇറാൻ ആരെയും അംഗീകരിക്കില്ല. അവർ എല്ലാവരുമായിട്ടും ഇപ്പം ഖമനയി ചെയ്ത ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഒരു സുഹൃത്ത് രാജ്യവും ഇല്ല പുള്ളിക്ക്. സകലരുമായിട്ടും വഴക്കാണ്, സകലമായ മനുഷ്യരുമായിട്ട് വഴക്കാണ്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു മനുഷ്യൻ നിലവിളിച്ച് അയ്യോപത്വം നിലവിളിച്ച ആൾ വരേണ്ട ആരെങ്കിലും ഇല്ല. സകലരുമായിട്ടും വഴക്ക, ചെറുതും വലുതുമായ സകല രാജ്യമായിട്ട്. സാർ നോക്കിക്കും, അഫ്ഗാനിസ്ഥാനുമായിട്ട് ഉടക്കാണ്, അതിർത്തിയാണ്. പാകിസ്ഥാനുമായിട്ട് ഉടക്കാണ്. TTP എന്ന് പറഞ്ഞിട്ടൊരു ഗുണ്ടാ സംഘത്തെ ഉണ്ടാക്കി, തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സ്ക്രൂ ചെയ്യും. ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ്, അത് ഇത്, ഈ ഗുണ്ടാ സംഘങ്ങൾക്ക് മുഴുവൻ ചോറ് കൊടുത്ത് നാട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചു. അല്ലെങ്കിൽ ജോർദാൻ സാർന്നു, ആരുമായിട്ടും വഴക്കില്ലാത്ത ഒരു സമാധാന രാജ്യമാണ് സാധുക്കളുടെ. ഒരു രാജാവും നല്ല കാശും കയ്യിലുണ്ട്, അവർ സന്തോഷമായിട്ട് വല്ല ആവശ്യമുണ്ടോ അവരെ കയറി ചൊറിയുന്നത്. അങ്ങോട്ടും വിട്ടു ഒരു മിസൈൽ പ്രശ്നമാണ്. ലെബനോൺ താരതമ്യേന ഈ കുറച്ച് കൾച്ചേർഡായിട്ട് ജീവിക്കുന്ന രാജ്യമാണ്, മര്യാദക്കാരായിരുന്നു. അതിപ്പോൾ അത് ഏകദേശം അലമ്പായി, നശിപ്പിച്ചു. സിറിയ അതുപോലെ അല്ലായിരുന്നു സാറ്, ഒരു വലിയ അഡ്വാൻസ് നേഷൻ ആയിരുന്നില്ലേ സിറിയ? അതെ അതെ. അത് നശിപ്പിച്ച് കുളമാക്കി. അവിടുന്ന് IS ഉണ്ടാകുന്നു, അൽഖയ്ദ കൊണ്ട് എനിക്കറിഞ്ഞുകൂടാ. സകല തെമ്മാടി കൂട്ടങ്ങളും അവിടുന്ന് പുറപ്പെടുന്നു സിറിയയിൽ. തീർച്ചയായിട്ടും ഇങ്ങനെ വരും. പക്ഷേ അപ്പോഴും ഇന്ത്യയാണ് പ്രത്യക്ഷത്തിലോ പരോക്ഷമായിട്ടോ ഒരു ഇറാന്റെ പിന്തുണയോടുകൂടി ഒരു ഭീകരപ്രവർത്തനമൊന്നും ഇതുവരെ നടന്നു കണ്ടിട്ടില്ലാത്ത ഒരു രാജ്യമല്ലേ? അതെ അതെ. മാത്രമല്ല നമ്മളൊരിക്കൽ അല്പം റഫായിട്ട് പെരുമാറിയതാണ് ഹൂത്തികളുമായിട്ട്. നമ്മുടെ കപ്പലിനെ ഒരിക്കൽ ഹൂത്തി ആക്രമിച്ചു. നമ്മൾ ഇറാനോടും ഹൂത്തിയോടും ഡയറക്റ്റും പറഞ്ഞു, എന്തിനുള്ള പുറപ്പാടാണ്? അയ്യോ ഒന്നുമില്ലാതെ തെറ്റിപ്പോയാണ്. അന്ന് നമ്മൾ കുറച്ച് ടഫായി. നമ്മുടെ കപ്പലിന് ഇന്ത്യൻ നേവി അനുഗമിച്ചു അവിടെ യമൻ വരെ, ആ കടലിൽ കൂടെ. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇന്ത്യൻ നേവിയാണ് ഞങ്ങളുടെ കപ്പലിനെ എസ്കോർട്ട് ചെയ്യുകയാണ്, ഇന്ത്യൻ നേവിയെ അറ്റാക്ക് ചെയ്താൽ അത് ഇന്ത്യയെ അറ്റാക്ക് ചെയ്തതായിട്ട് ഞങ്ങൾ കൂട്ടും. അത് ഹൂത്തിയോടും ഇറാനോടും തുറന്നു. അപ്പോൾ ഇറാൻ പറഞ്ഞു കാണും ഹൂത്തിയോട്, ഉണ്ടായിരിക്കുക, അവരെ ഉപദ്രവിക്കാതെ. ഇറാനൊന്നും പറഞ്ഞില്ലെങ്കിലും ഹൂത്തി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി, ഇന്ത്യൻ കപ്പലുകളെ ഞങ്ങളൊന്നും ചെയ്യില്ല, പറ്റിയത് അത് ഐഡൻറ്റിറ്റി മാറിപ്പോയതാണെന്നോ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതോടെ നമ്മൾ പിന്നെ ഹൂത്തികൾ പോലും നമ്മളുമായിട്ട് വഴക്കുന്നു. നമ്മളവരെ ചൊറിയാൻ പോകാറുമില്ല. അതെ അതെ. ഒരു ഹൂത്തിയോ ഹിസ്ബുള്ളയോ ഹമാസിനെയോ വഴിയെ പോകാൻ നേരത്ത് ആറാമേ എന്നൊക്കെ ചോദിക്കുക, ആ പരിപാടി നോക്കില്ല. അവരെ നന്നാക്കാനും നമ്മൾ പോവില്ല, ചീത്തയാക്കാനും പോവില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോകും. ഇതിനൊക്കെ തലവെക്കാൻ നമ്മുടെ ഇവിടുന്ന് സാറേ ആയുധം, കാശ്, ആള് ഇതൊക്കെ പോയി തലവെച്ചാലുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ ഈ യുദ്ധം നമ്മുടേതല്ല. ഈ യുദ്ധം നമ്മുടേതല്ല. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളെ ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് മാത്രമാണ് നമ്മുടെ കൺസേൺ അല്ലേ? അത് വളരെ ഭംഗിയായി ഇന്ത്യ ഗവൺമെന്റും ഗൾഫ് രാജ്യങ്ങളും അവിടുത്തെ ഗവൺമെന്റ്. അത് ഇപ്പോൾ കേരളത്തിലെ എനിക്ക് മനസ്സിലാകുന്നു, കേരളത്തിലെ CPM ഇപ്പോൾ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ. അതിനർത്ഥം എന്താ? ഇവർ ഇറാനെ അനുകൂലിക്കുന്നു. അതിനർത്ഥം ഇറാനെ അനുകൂലിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിലേക്ക് ഇറാൻ നടത്തുന്ന ആക്രമണത്തെ അനുകൂലിക്കുന്നു എന്നർത്ഥം എന്നുകൂടിയാണ് അർത്ഥം. അത് മനസ്സിലാവാഞ്ഞിട്ട്, അതിൻ്റെ ഒരു വൈരുദ്ധ്യം മനസ്സിലാവാഞ്ഞിട്ട് വലിയ അപകടം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരക്ഷരം മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അന്തരീക്ഷം വഷളാവാതെ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ നടത്തുന്ന പ്രകടനം, ഇതിൻ്റെ വിഷ്വൽസ് സൗദി അറേബ്യയും ഖത്തറും അവരും ഒക്കെ കാണും. അവർക്കെതിരെയാണ് നിങ്ങളുടെ പ്രകടനം. വാസ്തവത്തിൽ ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെയുള്ള പ്രകടനം എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യക്കെതിരെയുള്ള പ്രകടനമാണ്. കൃത്യമാണ്. സൗദി അറേബ്യക്കും ഗൾഫ് രാജ്യങ്ങൾക്കും ഒക്കെ എതിരെയുള്ള പ്രകടനം. തീർച്ചയായിട്ടും. നാളെ ഇത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് ചൂടായി വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇറാൻ പറഞ്ഞ് ഞങ്ങളൊരു ചർച്ചയ്ക്കും ഇല്ല, ഒരു കാര്യത്തിനും ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് ഇറാൻ ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. സൗദി പലതവണ പറഞ്ഞു ഞങ്ങൾ ശരി, നിങ്ങളുടെ സ്പിരിറ്റ് ഞങ്ങൾ മനസ്സിലാക്കുന്നു, പക്ഷേ
ഒരു പരിധിക്കപ്പുറം സൗദിക്ക് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല. അവരുടെ കെട്ടിടങ്ങളെ ആക്രമിക്കുക, അതുപോലെ UAE, ദുബായ്, ബുർജ് ഖലീഫ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടി വരിക, ഇവാക്യുവേറ്റ് ചെയ്യേണ്ടി വരിക, ഇതൊക്കെ എത്ര ദിവസം അവർ സഹിക്കും? ശരിയാണ്. ഇത് കഴിയുമ്പോൾ അവർ പച്ചയ്ക്ക് ഇറാനെതിരെ അങ്ങ് തിരിയും. അപ്പോൾ ഈ പ്രകടനക്കാരെന്ത് ചെയ്യും? ബുദ്ധിമോശമാണ് ഈ കാണിക്കുന്നത്. സത്യത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ വളരെ ബുദ്ധിപൂർവ്വം ഈ നമ്മുടെ ഇന്ത്യക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഗവൺമെന്റും ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഗവൺമെന്റൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വിവരക്കേട് കൊണ്ട് മണ്ടത്തരം കാണിച്ചിട്ട് നമ്മുടെ സ്വന്തം ജനതയ്ക്ക് അപകടം ഉണ്ടാക്കാതിരുന്നാൽ മതി, അല്ലെ? അത് ഈ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരികയല്ലേ, ഇവരുടെ വിചാരം ഇറാനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടും. മനസ്സിലാവാഞ്ഞിട്ടാ കേരളത്തിലെ മുസ്ലിങ്ങൾ ഈ യുദ്ധം കൊണ്ട് അനുഭവിക്കുന്ന എന്താണെന്ന് പോലും ഓർക്കാൻ സമയമില്ലായിട്ടാ. കാരണം ആകെ ഒരു അമേരിക്കൻ ഇസ്രായേൽ വിരോധം പറഞ്ഞാൽ മതിയെന്നാ, പക്ഷെ അതിന്റെ ഫലം യഥാർത്ഥത്തിൽ ആരെങ്ങനെ അനുഭവിക്കുന്നു മനസ്സിലാക്കുന്നില്ല. കാത്തിരിക്കാൻ നമുക്ക് എന്തായാലും. ഈ ഒരു എന്തായാലും നമ്മളിപ്പോ പറഞ്ഞു വന്നപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഈ യുദ്ധത്തിൽ കക്ഷിയല്ല. യുദ്ധത്തിന്റെ ഇരകളുടെ കൂട്ടത്തിൽ പരോക്ഷമായി നമ്മുടെ ജനങ്ങളും ഉണ്ട്. അവർ മാത്രമാണ് നമ്മുടെ കൺസേൺ. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.